ഗബ്രി ആകെ തകർന്ന അവസ്ഥയിൽ ജയിലിന്റെ അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. രാത്രി ഫുഡ് പോലും കഴിച്ചിട്ടില്ല. എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഗബ്രിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആദ്യം വന്നത് സായിയാണ്. സായി വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഗബ്രി പറയുന്നത്, ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് ഗബ്രി പറയുന്നത്. പക്ഷെ സായി പറയുന്നുണ്ട്, നിനക്ക് കിട്ടിയത് വലിയൊരു തിരിച്ചടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഇവിടെ ആയതുകൊണ്ട് നിനക്ക് നേരിട്ടേ പറ്റൂ. പുറത്തായിരുന്നെങ്കിൽ നിനക്ക് പ്രശ്നമില്ലായിരുന്നു, എല്ലാവരും കൂടെ ഉണ്ടാവും, നിനക്കത് അത്ര കാര്യമായിട്ട് തോന്നുകയില്ല. പക്ഷെ ഇവിടെ നിനക്ക് കേട്ടത് അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ്. പലതരത്തിലുള്ള ഗെയിമുകളാണ് ഇവിടെ വരുന്നത്. അതെല്ലാം നീ മാനസികമായിട്ട് നിന്നെ തകർക്കുന്നതാണെന്നറിയാം. അത് നീ ഉൾക്കൊണ്ടേ പറ്റൂ എന്നവിടെ സായി പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് പ്രശ്നമില്ല, ഞാൻ പുറത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ അകത്തും നിൽക്കുന്നത്, അല്ലാതെ എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ കുറേയൊക്കെ സംസാരിക്കുമ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ എനിക്ക് യാതൊരു മാറ്റവും പുറത്തും അകത്തും ഇല്ല എന്നാണ് ഗബ്രി പറയുന്നത്. പിന്നെ ഇവിടെ ഇല്ലാത്തത് എനിക്ക് പുറത്തും വേണ്ട, പുറത്തിറങ്ങിയിട്ടായാലും എനിക്ക് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഗബ്രി പറയുന്നുണ്ട്. ഇവരെ കൃത്യമായിട്ട് ഇന്ന ആളുടെ കാര്യം എന്ന് പറയുന്നില്ല, പക്ഷേ ജാസ്മിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജാസ്മിനിൽ നിന്ന് കിട്ടിയ അടിയാണ് ഗബ്രിയെ അങ്ങനെ ഇരുത്തിയതെന്ന് അവിടെ വീട്ടിലുള്ളവർക്ക് അറിയാം. പക്ഷേ അത് ജാസ്മിൻ അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു പ്രശ്നമില്ലാത്ത പോലെയാണ് നടക്കുന്നത്. ഗബ്രി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഒറ്റപ്പെട്ട രീതിയിലാണ് ഗബ്രി അവിടെ ഇരിക്കുന്നത്, ഫുഡ് പോലും കഴിക്കാതെ. അതുകൊണ്ട് അവിടെ മുടിയനാണെന്നുണ്ടെങ്കിലും സായിക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സഹതാപം തോന്നുന്നുണ്ട് ഗബ്രിയുടെ അടുത്ത്. ഗബ്രി, നീ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു ഗബ്രിയുടെ അടുത്ത് വന്നിട്ട്. എന്തായാലും ഇവിടുന്ന് നിനക്ക് കിട്ടിയത് വലിയൊരു പണിയാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നുള്ള രീതിയിൽ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ഗബ്രി പക്ഷേ ഒന്നും മിണ്ടാതെ ആ സമയത്ത് ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, പ്രശ്നമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് മാത്രമാണ് ഗബ്രി അവിടെ മറുപടി പറയുന്നത്.